Good afternoon, everyone. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Yeah. Okay, start here. Start you. Good afternoon, sir. Yeah, good afternoon. Okay. So let's start this class. Okay. Yeah, prayer ആരാ ചൊല്ലാ? എന്താ ഒന്നും മിണ്ടാത്തെ? Prayer ഇല്ലേ? Yes, teacher, definitely. ഞാൻ പറയാം. Good afternoon to all. Prayer. Dear God, bless everyone with good health, happiness, and strength. May we all live in harmony and support one another with love and kindness. Okay. ഇനി thought of the day അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? സൈനോ എന്തെങ്കിലും ഇല്ല. ഓക്കെ. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡൗട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ പിന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഇല്ല കേട്ടോ. ഇതിന്റെ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത് വെറുതെ. സോ കണ്ടിന്യൂസ് ഇല്ല, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഇല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ? സോറി, പാസ്റ്റ് futures in the future continuous, future continuous already പിന്നെ പെർഫെക്റ്റ് കണ്ടിന്യൂസും രണ്ടും ഇല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും വേണ്ട. കുറച്ച് എക്സസൈസ് ചെയ്യാം, ആക്റ്റീവ് വോയിസിന്റെയും എക്സസൈസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിലല്ല മേ ബി നാളെ നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, clear? Okay. Yes, Miss. Yes. Okay, പിന്നെ പിന്നെ ഇതില് എക്സസൈസിന്റെ എല്ലാത്തിന്റെ ആൻസർ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. പിന്നെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഡിസ്കസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്ക് എക്സസൈസ് ചെയ്യാം. ഈ ചാപ്റ്ററിൽ, അതായത് ടെൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മള് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ തന്നെ അത് ആക്റ്റീവും പാസീവ് വോയിസിലും ബേസ് ചെയ്തായിരിക്കും. ചിലപ്പോ ഇതേപോലെ എന്തെങ്കിലും ഒരു ടെൻസിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകാം. ഓക്കെ, അതും സിമ്പിൾ ആയിരിക്കും, വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവാത്തായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? വേറൊന്നും പറയാനില്ലല്ലോ? കുറച്ച് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. Yes, Miss. ഓക്കെ, എഴുതിയെടുത്തോളൂ കേട്ടോ. He had completed the assignment. They had planted a fruit tree. She had solved the problem. Problems. She had solved the problems. The tailor sewed a dress. The police officer arrested the robber. Simi washed the clouds. We were waiting for the bus.
He was playing cricket. We are watching TV. I kicked the ball. The teacher explains the topic. She will cook meals. We will sing a song. I will have written the letter. He will have painted the picture. They will have built the house. She will have made the dress. He has finished his work. They have played football. Okay. അപ്പോൾ ഇത്രയും ആക്റ്റീവ് വോയിസ് ഉണ്ട്. ഇതിനെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ.
ഓക്കെ, കഴിഞ്ഞോ? Anyone completed T? Anyone? Please respond. കംപ്ലീറ്റ് ചെയ്യുമ്പോ പറയണം കേട്ടോ. ഓക്കെ, ഇവിടെ തന്നെ ഉണ്ട്, അങ്ങോട്ടും പോയിട്ടില്ല. പറയാം. ടീച്ചർ ആൻസർ കംപ്ലീറ്റ് ചെയ്യാനാണോ പറയുന്നേ? അതെ. അറിയാലോ, കംപ്ലീറ്റ് ചെയ്യണം. ഓരോരുത്തരും കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ആൻസർ പറയാം. കറക്റ്റ് തെറ്റിട്ടുണ്ടോ നോക്കാം. ഓക്കെ, ഞാൻ ലാസ്റ്റ് ക്ലാസ് ആബ്സെന്റ് ആയിരുന്നു ടീച്ചർ, അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ടീച്ചർ പറയുമ്പോ ഞാൻ നോക്കാം. ഓക്കെ, കേൾക്കാൻ പറ്റിയിരുന്നില്ല ക്ലാസ്. ഇന്നലെയൊന്നും കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആണോ? എന്തായാലും റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് ഡൗട്ട് നീ ചോദിക്കും. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ് നമ്മൾ എടുത്തത്. ടെൻസിന്റെ ചാപ്റ്ററിൽ തന്നെ ഉള്ളതാണ്. ഓക്കെ, ടെൻസിന്റെ ചാപ്റ്ററിൽ ആക്റ്റീവും പാസീവ് വോയിസ് ആണ് നമ്മൾ എക്സാമിന് ചോദിക്കുക. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. കംപ്ലീറ്റ് ആയി. ഇന്ന് കംപ്ലീറ്റ് ആയി. ക്ലാസ് കൊണ്ട് എല്ലാവർക്കും മനസ്സിലായത്. ഓക്കെ ടീച്ചർ, ഞാൻ കാണാം. ഞാൻ രാത്രി നോക്കട്ടെ, കാണാം. ഓക്കെ, ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തോ? യെസ്. യെസ്, കഴിഞ്ഞോ? കുറച്ചൊക്കെ കഴിഞ്ഞോ? അപ്പൊ ആൻസർ പറയൂ. ഓരോരുത്തരായിട്ട് ഓരോന്ന് വെച്ചിട്ട് പറയും കേട്ടോ. ഒരാള് ഒരെണ്ണം വീതം പറയാം. ഓക്കെ, ഞാൻ റൗണ്ട് ഫുള്ള് റൗണ്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? തുടങ്ങിക്കോളൂ. ഷാനിൽ. First question is, he had completed the assignment. Answer is, the assignment had been completed by him. Yes. Only one again. Yeah, only one.
നെക്സ്റ്റ് സബി ഷമീർ. ഞാൻ ആ ഒരു ഫ്ലോയിൽ തന്നെ പോകണം കേട്ടോ. ഞാനിപ്പോ വിളിക്കും, അതിന്റെ ഒരു റൗണ്ട് കൂടെ വരുമല്ലോ, മിക്കവാറും വരും. വരും. സബി ഷമീർ പറയൂ. Second question. They had planted a fruit tree. The fruit tree they had planted. Ano? പറഞ്ഞു നോക്കൂ. The fruit tree they had planted. No, തെറ്റാണല്ലോ. ഓക്കെ, വെയിറ്റ് ചെയ്യും കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് ഫാത്തിമ. മാം, ഞാൻ ലേറ്റ് ഒക്കെ ജോയിൻ ചെയ്തത്. അപ്പൊ ദ ടൈലർ സ്യൂഡ് ഡ്രസ് അതോട്ടാ ഞാൻ എഴുതിയേക്കണത്. ആണോ? ഓക്കെ. ടീച്ചർ ഇങ്ങനെയാണോ? ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. പറയൂ. ഫ്രൂട്ട് ട്രീ ഹാഡ് ബീൻ പ്ലാന്റ്ഡ് ബൈ ദം എന്നാണോ? അങ്ങനെയാണോ? Yes, correct ആണ്. Fruit tree had been planted by them. Yeah. Next, Samira. The third one. Read the third question. മിസ്, ഞാൻ ലേറ്റ് ആയിട്ടാണ് വന്നത്, അതുകൊണ്ട് ഞാൻ ഹി വാസ് പ്ലേയിങ് ക്രിക്കറ്റ് മുതൽ എഴുതിയേക്കുന്നേ. അതുവരെ അത് മുതൽ കാണുന്നുള്ളൂ എന്റെ. ആണോ? ഓക്കെ, അത് എത്തട്ടെ, കൊണ്ടുവരാം. ഷിഫാന, ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആ ക്വസ്റ്റ്യന്റെ ആൻസർ പറയണോ മിസ്? Yeah, third one, she had solved the problem. Third one അതാണ്. Okay. എനിക്ക് മനസ്സിലായി. ആരെങ്കിലും എഴുതിയ ആരെങ്കിലും ഉണ്ടോ? കല്യാണി, വയ്ക്കൂ. അയനമോൾ. He had solved the problems. The problems had been solved by her. Yes, the problems have been solved by her. Next, fourth one, Manjusha. മിസ്, അതെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല മിസ്. അപ്പൊ കണ്ടിട്ടില്ല കേട്ടോ, ക്ലാസ് കണ്ടിട്ടില്ല, കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ല, കാണാനുള്ള നേരം കിട്ടിയിട്ടില്ല. അപ്പൊ ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ ഇരിക്കണ. ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തു, പക്ഷെ ഇത് എന്താ നടക്കണെന്ന് അറിയുന്നില്ല. മറ്റേ ക്ലാസ് ഇന്ന് ഈവനിങ്ങിൽ കാണണം എന്ന് വിചാരിച്ചിരിക്കണം. ഓക്കെ. ഷംന. മിസ്സേ, ഞാനും കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ല, പകുതി കണ്ടുവച്ചില്ല. അഞ്ജിത. ഞാൻ ക്ലാസ് കയറാൻ വൈകി മിസ്, ഇപ്പൊ കയറിയുള്ളു. അതാ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ല. ഇതിപ്പോ ആരാ വായിക്കുക? കുറച്ചു പേർന്ന് ക്ലാസ്സിൽ കയറിയിട്ടില്ല, കുറച്ചു പേര് ലേറ്റ് ആയി കയറിയത്. എന്താണ്? എല്ലാം ഞാനങ്ങ് പറയട്ടെ. മിസ്, ക്വസ്റ്റ്യൻ പറഞ്ഞ ആൻസർ പറയാമോ? ഞാൻ ടൈലർ സ്യൂഡ് ഡ്രസ് വരെ എഴുതിയിട്ടുണ്ട്, അവിടെ തൊട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ദ പോലീസ് ഓഫീസർ, ദ ടൈലർ സ്യൂഡ് ഡ്രസ്. ഫാത്തിമ, അത് പറയൂ. A dress was sewed by the tailor. Yeah, the dress was sewed by the tailor. Okay, next, Ushanil. Okay. The police officer arrested the robber. The robber was arrested by the police officer. Simi washed the clothes. The clothes were washed by Simi. Okay. We were. Samira, he was പറയണല്ലേ? Okay, Fatima, We were waiting for the bus. The bus was being waited by us. Next വായിക്കണോ? Waited for by us എന്ന് പറഞ്ഞോ ട്ടോ. Waited for by us. Okay, miss. He was playing cricket. Cricket was being played by him. Yes. Next വായിക്കണോ മാം? വേണ്ട. I need Samira. We are watching TV. TV is being watched by us. I kicked the ball. The ball is kicked by me. Kicked by me.
The teacher explains the topic. The topic is explained by the teacher. Yes. ഇനി Okay. വായിക്കാം, miss. നെക്സ്റ്റ് ആരാ വായിക്കാം? ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഉഷാനി വായിക്കൂ. She will cook meal. Meat will be cooked by her. You will sing next. She will cook meat. She will cook meat. Meat or meal? Meal will be cooked by her. You will sing a song. A song will be sung by you. Again? മതി. ഇനി ഫാത്തിമ ഒരു 3 എണ്ണം വായിക്കുക. അതിനുശേഷം സമീറ വായിക്കുക. 3 എണ്ണം. Okay, miss. I will have written the letter. The letter will have been written by me. He will have painted the picture. The picture will have been painted by him. They will have built the house. The house will have been built by them. She will have made the dress. The dress will have been made by her. He has finished his work. His work has been finished by him. They have played football. Football have been played by them. ഓക്കെ, സെറ്റ് ആണല്ലോ. അറിയാലോ. ഇനി അറിയാത്തവര് റെക്കോർഡ് ക്ലാസ് കാണാം. ഓക്കെ, ഞാൻ മോക്ക് ടെസ്റ്റ് നാളെ വെക്കട്ടെ, അപ്ലോഡ് ചെയ്യട്ടെ. Miss, last one football has been ആണോ have been ആണോ? Has been അല്ലേ? ഹാസ് ബീൻ ആണ്. ഹാസ് ബീൻ. Okay. Last one ഇച്ചിരി മിസ്റ്റേക്ക് ഉണ്ട് മിസ്സേ. They have played football. They have played football. Football has been played by them. They have played football. Football has been played by them. Okay. അപ്പോ മോക്ക് ടെസ്റ്റ് എന്താ ചെയ്യണ്ടേ? നാളെ അപ്ലോഡ് ചെയ്യട്ടെ? പറയൂ. അറിയാലോ, നിങ്ങൾ കുറച്ചുപേര് ക്ലാസ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ്. അതെന്തായാലും കാണോ, ഇന്ന് കാണും എന്തായാലും. ഇത് കണ്ടു കഴിഞ്ഞാലേ ഇത് വേഗം എഴുതാനൊരു പറ്റും. അപ്പോ 4th ചാപ്റ്റർ ടെൻസിനെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് നാളെ ഉണ്ടാവും. ഓക്കെ Okay, miss. അപ്പൊ ആ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം 11th യൂണിറ്റ് 11 ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓക്കെ, അറിയാലോ, റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയും. Okay. ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും കൂടെ സംസാരിക്കുന്ന കാര്യം ഒരു തേർഡ് പേഴ്സണോട് പറയുന്നത്. സെക്കൻഡ് പേഴ്സൺ പോയി സെക്കൻഡോ ഫസ്റ്റോ ഏതെങ്കിലും പേഴ്സൺ പോയിട്ട് തേർഡ് പേഴ്സണോട് റിപ്പോർട്ട് ചെയ്യുന്നതാണ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് പോയി പറയുമ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്, അല്ലെ? റിപ്പോർട്ട് സ്പീച്ച് ആണ്. അപ്പോൾ അതിനാണ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത്, അഥവാ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഡയറക്റ്റ് സ്പീച്ചിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്നു. അതായത് ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന പോലെ തന്നെയാണ് ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് എങ്ങനെ മാറ്റാം, ഇൻഡയറക്റ്റിലേക്ക് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് എങ്ങനെ മാറ്റാം, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാം. ഇമ്പരേറ്റീവ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതും എങ്ങനെയൊക്കെ മാറ്റാം, അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻസ് എങ്ങനെ മാറ്റാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത്. സ്റ്റേറ്റ്മെന്റ്, ക്വസ്റ്റ്യൻ, ഇമ്പരേറ്റീവ്, എക്സ്പ്ലനേഷൻ. ഇത്രയും നാല് പോയിന്റ്സ് ആണ് നമ്മൾ ഡയറക്റ്റ് തന്നിരിക്കുന്നതിനെ എങ്ങനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റാം എന്ന് മാത്രം പഠിക്കുന്നു. ഓക്കെ, ഇത്രയും വലിയ സംഭവമൊന്നുമല്ല, സിമ്പിൾ ആണ്. ഈ ആക്റ്റീവ് വോയിസ് ഒക്കെ പോലെ തന്നെയാണ്, സിമ്പിൾ ആണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററോട് കഴിയും. ഇവിടെ പ്രോണൗൺ എങ്ങനെയാ മാറ്റം വരാൻ നോക്കിയേ. ഐ ആൻഡ് യു ഹി ഓർ ഷീയിലേക്ക് മാറും. ഡയറക്റ്റിനെ ഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ചേഞ്ചസ് ആണ് കേട്ടോ. മീ ആൻഡ് യു, ഹിം ഓർ ഹർ. മൈ ആൻഡ് യുവർ, ഹിസ് ഓർ ഹർ. അത് ഫീമെയിൽ ആണോ മെയിൽ ആണോ നോക്കിയിട്ടാണ് ഹി ആണോ ഹിം ആണോ ഷീ ആണോ എന്നൊക്കെ നോക്കേണ്ടത്.
ഓക്കെ, ഐ എന്ന് പറയുന്നത് ചിലപ്പോ ഹി ആകാം, യു എന്ന് പറയുന്നത് അതും സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് അവിടെ ഷിയോ ഹിയോ ഒക്കെ ആകാം. അതുപോലെ തന്നെയാണ് മീ ആൻഡ് യു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് സ്പീച്ചിലേക്ക്. അത് ഷീ ആണോ ഹി ആണോ ഹിം ആണോ ഹർ ആണോ ഹിസ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പൊ മൈ കാർ എന്ന് പറയുന്നത് എന്റെ സ്പീച്ചിലേക്ക് പോകുമ്പോ അത് അവളുടെ ആണെങ്കിൽ ഹർ കാർ എന്ന് പറയും, ഇനി അവനാണെങ്കിൽ ഹിസ് കാർ എന്ന് പറയും. ഇത്രയേ ഉള്ളൂ കേട്ടോ വ്യത്യാസം. അതുപോലെ തന്നെ അഡ്വേർബ്സിന് വരുന്ന മാറ്റങ്ങളാണ്. നൗ then ആകും, എഗോ ബിഫോർ ആകും, ടുഡേ that day, tonight that night, the day before yesterday, 2 days before the previous day, tomorrow the next day, the following day, the day after tomorrow in 2 days time, next week or month, etc., the following week or month, etc., the previous week, month, last week, month എന്നൊക്കെ പറയാം. an hour before, earlier, here, there, this, that. കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ചേഞ്ചസ് വരാം. അതൊക്കെ പഠിക്കാനുണ്ടോ, അതെല്ലാം പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ പ്ലേ എന്ന് പറയുന്നത് ടെൻസിൽ വരുന്ന വ്യത്യാസമാണ് കേട്ടോ. ടെൻസിൽ വരുന്ന വ്യത്യാസം ഞാൻ പഠിപ്പിച്ചു. ഓക്കെ, അപ്പോ നോട്ട്ബുക്ക് എടുക്കുക. ചെക്ക് നോട്ട്ബുക്ക്. I write down the unit 11, direct and indirect speech. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ എല്ലാവരും പഠിച്ചു വെക്കണം. പ്രോനൗൺ ആണെങ്കിലും അഡ്വേർബ്സ് ആണെങ്കിലും എങ്ങനെയൊക്കെയാണ് വ്യത്യാസം വരുന്നത് പഠിച്ചു വെക്കുക. ടെക്സ്റ്റിലുണ്ട്, അത് നോക്കി പഠിക്കുക. പിന്നെ ടെൻസിൽ വരുന്ന മാറ്റം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. ടെൻസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, ഏത് ഡയറക്റ്റ് സ്പീച്ചിൽ വരുന്ന ടെൻസ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ ഏത് ടെൻസിലേക്കാണ് മാറാ, ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇത് നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. ഓക്കെ, ഫസ്റ്റ് ടെൻസ് മാത്രമായിട്ട് എഴുതിയാൽ മതി, വേറെ ഒന്നും എഴുതണ്ട. സിമ്പിൾ പ്രസന്റ് ഇങ്ങനെ എഴുതാം, ടേബിൾ ആക്കിയിട്ട് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എന്ന് എഴുതിയിട്ട് താഴെ ടെൻസ് കൊടുക്കുക. മെയിൻ ഹെഡിങ് ടെൻസ് കൊടുത്തിട്ട് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് രണ്ട് കോൾ ആയിട്ട് എഴുതുക. അതിനുശേഷം ഡയറക്റ്റ് സ്പീച്ചിൽ ടെൻസ് ചെയ്താൽ അതിൽ വരുന്ന മാറ്റം ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് എഴുതാം. ഓക്കെ, കോളെല്ലാം വരച്ചതിന് ശേഷം പറയാം, ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറും. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറും. എക്സാമ്പിൾസ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് അങ്ങനെ തന്നെ എഴുതണ്ട കേട്ടോ. എക്സാമ്പിൾസ് ഒന്നും എഴുതണ്ട, ജസ്റ്റ് ടെൻസ് മാത്രം എഴുതി വെക്കാം. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറും. പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക്. പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ്. Simple present, simple past, present continuous, past continuous, present perfect, past perfect, present perfect continuous, past perfect continuous. അതായത് present tense എല്ലാരും past tenseലേക്ക് മാറുന്നു. ഓക്കെ, ക്ലിയർ? എഴുതി കഴിഞ്ഞോ? No, teacher. Simple present, simple past ലേക്ക്, present continuous, past continuous ലേക്ക്, present perfect, past perfect ലേക്ക്, present perfect continuous, past perfect continuous ലേക്കാണ് മാറാം. അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്ലേ പ്ലേസ് അത് സിമ്പിൾ പ്രസന്റ് ആണ്. അതെന്താണ്, സിമ്പിൾ പാസ്റ്റിലേക്ക് മാറി പ്ലേഡ് ആയി. am is playing, like he is playing, am playing എന്നൊക്കെ പറയില്ല, അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അതെന്താവും, he was playing and she was playing എന്നൊക്കെ അതിലേക്ക് മാറും. Then present perfect has have or has played, അതെന്താവും past perfect ലേക്ക് മാറും, അത് had played വരും. Then present perfect continuous കൊടുത്തിട്ടില്ലല്ലോ. കണ്ടിന്യൂസ് കൊടുത്തിട്ടില്ലെങ്കിൽ കണ്ടിന്യൂസിനെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല.
പ്രസന്റ് പെർഫെക്റ്റ് വരെ എഴുതിയാൽ മതി കേട്ടോ, കണ്ടിന്യൂസ് എഴുതണ്ട. പ്രസന്റ് പെർഫെക്റ്റ് വരെ എഴുതിയാൽ മതി, പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് പോകണ്ട. അങ്ങനെ 3 എഴുതിയോ? എല്ലാവരും എഴുതിയോ? അതിനുശേഷം സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറും. സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറും. സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറും. പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറും. പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറും. ഓക്കെ, നെക്സ്റ്റ് സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ, സിമ്പിൾ ഫ്യൂച്ചറിൽ മാറ്റം വില്ലിന്റെ വുഡ് ആകുന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. അത് സിമ്പിൾ ഫ്യൂച്ചർ ആയിക്കോട്ടെ, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയിക്കോട്ടെ, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് പെർഫെക്റ്റ് ആയിക്കോട്ടെ, വുഡ് വില്ല് വുഡായിട്ട് മാറും. ഫ്യൂച്ചർ ടെൻസില് വില്ല് വുഡായിട്ട് മാറും എന്ന് മാത്രം എഴുതി വെക്കാം. വില്ല് വുഡായിട്ട് മാറും, പിന്നെ സബ്ജക്ട് മാറുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം വരുന്നത് ഫ്യൂച്ചറിൽ. അതായത് ഹി വിൽ പ്ലേ എന്ന് പറയുന്നത് ഹി വുഡ് പ്ലേ ആകും, മനസ്സിലായോ? വിൽ ബി പ്ലേയിങ് എന്താകും? വുഡ് ബി പ്ലേഡ് ആകും. വുഡ് ബി പ്ലേഡ്, വിൽ ഹാവ് പ്ലേഡ്, വുഡ് ഹാവ് പ്ലേഡ്, വുഡ് ആണ് വരാ വ്യത്യാസം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എന്താ? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, മസ്റ്റ് ഇതെല്ലാം സെയിം തന്നെയാണ്. ഇനിയിപ്പോ ക്യാൻ, ഷാൽ ഇതൊക്കെ വരണമെങ്കിൽ ഷുഡും കുഡൊക്കെ ആയിട്ട് വരും. വില്ല്, ക്യാൻ, ഷാൽ ഇതൊക്കെ വരുമ്പോ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ക്യാൻ കുഡ് ആകും, വില്ല് വുഡ് ആകും, ഷാൽ ഷുഡ് ആകും. ഓക്കെ, എഴുതിയോ? ഓക്കെ, മിസ് കഴിഞ്ഞ ക്ലാസ്സില് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് പാസീവ് വോയിസിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫ്യൂഷൻ ആണ് പറയാന്ന് പറഞ്ഞു. ഇല്ല അല്ലെ? ഇല്ലല്ലോ, ഞാൻ ക്ലാസ്സിൽ ആദ്യം തന്നെ പറഞ്ഞത് അതില്ല കേട്ടോ, അതില്ല. അങ്ങനെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ അങ്ങനെ ഇല്ല. അത് തന്നെയായിരുന്നു എന്റെ ടെക്സ്റ്റിൽ കൊടുത്തതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് എനിക്ക് കൺഫേം ചെയ്യുന്നത് പറഞ്ഞത്. അതില്ല, ഫ്യൂച്ചർ കണ്ടിന്യൂസും ഇല്ല, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസും ഇല്ല. അപ്പോ ഇത്രയും കാര്യങ്ങൾ എഴുതിയല്ലോ. അതിനൊരു എക്സാമ്പിൾ എഴുതിയേ. He said, I play cricket. I play cricket. He said, I play cricket. ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യും? ഇതെങ്ങനെ സ്പെഷ്യലേക്ക് മാറ്റും? പ്ലേ ആണോ? പ്ലേ, വെറും പ്ലേ. He said, I play cricket. He said he played cricket. He said that he played cricket. Yes. ഓക്കെ, ഇവിടെ വരുന്നത് he said അങ്ങനെ തന്നെയാണ് കേട്ടോ. He said, അതിന്റെ കൂടെ ഒരു ഡാഷ് വേണം. എനിക്കാണ് പറഞ്ഞത് he said that. I എന്നുള്ളത് എന്തായിട്ട് വരും അവിടെ? he ആണ്. Then പിന്നെ വെർബാണ് പ്ലേ. ആ പ്ലേ എന്തായിട്ട് വരും? Played. Past tense. Yeah.
സിമ്പിൾ പാസ്റ്റിന്റെ എന്തിലേക്ക് മാറുന്ന ഞാൻ പറഞ്ഞു? Simple past. Simple past. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറുന്നു. അത്രയേ ഉള്ളൂ. He said that he played cricket എന്ന് വരും. നെക്സ്റ്റ് ഏതാ? She said I draw the picture. She said I draw the picture. എന്ത് വരും? She said that she drew a picture. She said that she drew a picture. And she drew the picture. Okay. ഇതാണ് സിമ്പിൾ പ്രസന്റ്. തന്നിരിക്കുന്ന സെന്റൻസ് ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം, then അത് റിപ്പോർട്ട് ചെയ്യാം. സിമ്പിൾ അല്ലേ? സിമ്പിൾ. എന്താണ് നമ്മുടെ സിമ്പിൾ ആണോ? Yes. Okay. Then the boy said, I kicked the ball. The boy said, I kicked the ball. എന്താ വരാ? The boy said, I kicked the ball. The boy said that he kicked the ball. Yeah, the boy said that he kicked the ball. അപ്പോ ഇത്രയേ ഉള്ളൂ. ഇതാണ് സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറുന്നു. നെക്സ്റ്റ് സിമി said I am waiting for Jerry. Simi said, I am waiting for Jerry. ഇത് ഏത് ടെൻസ് ആണ്? സിമി said I am waiting for Jerry എന്ന് പറയുന്ന ഏത് ടെൻസ് ആണ്? Present Present continuous. continuous. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് എങ്ങോട്ടേക്ക് മാറുന്ന ഞാൻ പറഞ്ഞേ? Past continuous. പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ എന്ത് വരും ആൻസർ? Simi said that she was waiting for Jerry. Simi said that she was waiting for Jerry. Correct ആണ്. ഇനി he said I am watching TV. He said I am watching TV. He said I am watching a TV. I am watching TV. അതെങ്ങനെ വരും? He said that he was watching TV. Yeah, he said that he was watching TV. Okay. Then she said I have completed the work. I have completed the work. She said I have completed the work.
അതെങ്ങനെ വരാം? She said She said that she had completed the work. Completed the She work. had completed the work. yeah. Present perfect, past perfect ലേക്ക് മാറും. Next, Simi said, she has solved the problem. Simi said she has solved the problem. Simi said she has solved the problem. എങ്ങനെയാ വരാം? Simi said that she had solved She the problem. had solved the problem. She had വരും അല്ലേ? ഇതാണ് പ്രസന്റ് ടെൻസിലെ ഡിഫോൾട്ട് സ്പീച്ച്. ഇത് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് വൈസ് ആണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ ആണോ? Yes, miss. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? Okay. Next, past tense ആണ്. Simple past. She said, I wrote a story. She said, I wrote a story. She said, I wrote a story. പറയൂ. She said, I wrote a story. Simple past എങ്ങോട്ടേക്ക് മാറും? Past perfect. Yeah, past perfect. ഇപ്പൊ എന്താ പറയാ? She said that She has written a story. she had written She had written a story. Yeah, she had written a story. Correct. Then he said, I was reading a book. She said, I was reading a book. She said, I was reading a book. Past continuous, past perfect continuous ലേക്കല്ലേ മാറാ? അപ്പൊ എന്ത് വരും? She said that He had been reading a book. yeah, she had been reading a book എന്ന് വരും. Okay. Next, then he said, I will play the cricket. I will play the cricket. He said, I will play the cricket. എന്ത് വരും? He said that he would play the cricket. He would play the cricket. yeah, he would play the cricket എന്ന് വരും. Okay. Then he said, I will be waiting for the bus. I will be waiting for the bus. എന്ത് വരും? ആൻസർ എന്ത് വരും?
He said that I would be waiting for the bus. He said that he would be waiting for the bus. Yes. Sorry, He he would would. ആണ്. I would അല്ല he would. അപ്പൊ ഞാൻ ഇടയ്ക്ക് ക്യാമറ ഓഫ് ചെയ്ത് ഭയങ്കര തലവേദന എടുക്കുന്നു സ്ക്രീനിൽ നോക്കിയത്. അതുകൊണ്ടാണ് കേട്ടോ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്യുന്നേ. കുഴപ്പമൊന്നുമില്ലല്ലോ, ഡിസ്റ്റർബൻസ് ഇല്ലല്ലോ. No, teacher. No, miss. Yeah, okay. Then next, the boy said, she will have completed the work. She will have completed the work. Sorry. The boy said, I will have completed the work. I will have completed the work. എന്ത് വരും? The boy The said, boy said that I would have. he would have completed the work. Yes, he would. I അല്ല കേട്ടോ, I ഇടക്കിടക്ക് വരുന്നുണ്ട്. I അല്ലേ, he or she ആണ് വരാം. He would have completed the work എന്ന് വരും. Okay. അപ്പൊ സ്റ്റേറ്റ്മെന്റില് റിപ്പോർട്ട് സ്പീച്ച് എങ്ങനെയുണ്ട്? ക്ലിയർ അല്ലേ? മനസ്സിലായോ എല്ലാവർക്കും? Yes, miss. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതാണ് സ്റ്റേറ്റ്മെന്റിലുള്ളത് കേട്ടോ. ഇനി വുഡ് ഷുഡ് എന്നൊക്കെ വെച്ച് വരുമ്പോ സെയിം തന്നെയാണ്, വലിയ മാറ്റം വരില്ല. സബ്ജക്റ്റിൽ മാത്രമേ മാറ്റം വരുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇങ്ങനെയാണെങ്കിൽ he said I can write the story. He said I can write the story എന്നാണെങ്കിൽ He said he could. He could write the story. yeah, could. He could write story. ഇനി cannot ആണെങ്കിലോ? Could not. Couldn't. He couldn't write story. അങ്ങനെ വരും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അതാണ് സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ ടെക്സ്റ്റിൽ കുറെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അതിനുശേഷം ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ക്വസ്റ്റ്യൻ ഇംപെരേറ്റീവ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. എക്സ്പ്ലനേഷൻ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെയ്യാൻ നോക്കിയ എക്സസൈസ്. ജിമ്മി സെഡ് ഐ ആം ഗോയിങ് ടു ലണ്ടൻ ടുമോറോ. എങ്ങനെ വരും? ഇത് വരും. ജിമ്മി സെഡ് ദാറ്റ് He was going to London tomorrow. Tomorrow മാറി The next day. next day. ടുമോറോ മാറും, നെക്സ്റ്റ് ഡേ ആകും. അതാണ് നമ്മൾ ആദ്യം കണ്ട ടേബിൾ. ആ ടേബിൾ എന്തായാലും പഠിക്കണം കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട് ടുമോറോ ഉണ്ടാവും. ടുമോറോ നെക്സ്റ്റ് ഡേ എന്ന് വരും, അല്ലെങ്കിൽ ഫോളോയിങ് ഡേ വരും. ഇത് പഠിക്കണം. ഈ ടേബിൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് അതൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് വരും? ജിമ്മി സെഡ് ദാറ്റ് ഹി വാസ് ഗോയിങ് ടു ലണ്ടൻ Next day. next day. Yes. Next, okay, the boy said, I don't know anything about Kala. The boy said that he didn't know anything about Kala. Yeah, he didn't know it. Did. Next, we shall go to the museum tomorrow. Suma said to Simi. Suma said to Simi that we should go to the museum the next day. We should go to the museum The next day. next day. Next, Srihari said, my father came here 3 weeks ago and will be there for more weeks. ഇനി ഇത് തുടങ്ങിയുള്ളത് നിങ്ങൾ നോക്കാം. എക്സസൈസ് ഫുൾ എക്സസൈസ് 1 സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, പിന്നെ ഉള്ളത് ക്വസ്റ്റ്യനും ഇംപെരേറ്റീവും എക്സ്പ്ലനേറ്ററി ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇതുവരെ എടുത്തതെല്ലാം ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? മനസ്സിലായോ? ഓക്കെ, ടേബിൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, ദെൻ നാളെ നമുക്ക് ആക്റ്റീവ് വോയിസിന്റെ, അതായത്
ചാപ്റ്റർ 4 ബേസ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. അതിൽ ആക്റ്റീവ് വോയിസ് ചോദിക്കാം, ചിലപ്പോൾ ടെൻസിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. അപ്പൊ അതിനും കൂടെ പ്രിപ്പയർ ആയിട്ട് വരാം, നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? എന്താണ് സൈലന്റ്? മനസ്സിലാകുന്നില്ലെങ്കിൽ ക്ലിയർ ആണ്. നന്നായിട്ട് നോക്കാട്ടോ, കുറച്ച് കൺഫ്യൂഷൻ വരും ഡയറക്റ്റ് സ്പീച്ച് ഒക്കെ പറയുമ്പോ. നന്നായിട്ട് നോക്കിയിട്ടൊക്കെ വരാം അടുത്ത ക്ലാസ്സിൽ വരുമ്പോ. ഓക്കെ, സോ താങ്ക് യു. ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, Thank you, miss. കഴിഞ്ഞ ക്ലാസ് കാണാൻ ക്ലാസ് കാണാം, അതിനുശേഷം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാട്ടോ. ടീച്ചർ. ഓക്കെ. Thank you, miss. Bye.